നാട്ടിൽ നിന്ന് ഫീസ് അയച്ചു കൊടുക്കും സ്റ്റുഡൻസിന് മറ്റേ കോളേജിൽ കെട്ടാൻ വേണ്ടി. അവന്മാർ അത് കൊണ്ടുവന്നിട്ട് ക്യാസിനോയിൽ കളയും. എന്നിട്ട് വീട്ടിൽ വിളിച്ച് പറയും എനിക്ക് ആക്സിഡന്റ് ആയി. എനിക്കറിയാവുന്ന ഒരുത്തം ചെയ്താ ആക്സിഡന്റ് ആയിട്ട് കിടക്കുവാന്ന് പറഞ്ഞ കൂട്ടുകാരനെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചിട്ട് ഈ പോണ്ടിലോട്ടൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശുള്ളവരല്ലല്ലോ പഠിക്കാൻ വരുന്നത്. കാശുള്ളവരാണെങ്കിൽ കാനഡയിലോ UK അല്ലെങ്കിൽ അമേരിക്കയിലോ ഒക്കെ പോയി പഠിക്കും. മീൻസ് എല്ലാവരും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും ഫീസ് കുറഞ്ഞ ഒരു ഇത് അല്ലെങ്കിൽ ഒരു ലിവിങ് സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും. അപ്പൊ ഈ പിള്ളേർ ഇങ്ങനെ വന്നിട്ട് ക്യാസിനോയിൽ കൊണ്ട കാശ് കളഞ്ഞിട്ട് വീട്ടിൽ വിളിച്ച് പറയാം ആക്സിഡന്റ് പറ്റി കിടക്കുകയാണ്. അപ്പൊ അവരുടെ മാനസികാവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. അഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ അതിന്റെ ഇത് ഞാൻ അടിച്ചിട്ടില്ല, പക്ഷെ അതിനൊക്കെ ഒരു ഇതുണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ടെങ്കിലും വണ്ടിക്കൂലിക്ക് വെച്ച് കഴിഞ്ഞാൽ 10 രൂപ വരെ ഇടും. അത്ര അഡിഷൻ ആണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു കാര്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ മൈൻഡിനെ. കാരണം പണമാണല്ലോ, ഫുഡ് വേണ്ട, വെള്ളം വേണ്ട, തോറ്റ് കഴിയുമ്പോഴേ വിശക്കത്തുള്ളൂ. കയ്യിൽ അട്ടിക്കണക്കിന് കാശ് കാണും, എന്ത് ഫുഡ്